കണ്ണൂരിൽ പരാതി പ്രവാഹം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് സ്ത്രീകളെ പറ്റിച്ച കേസിൽ കണ്ണൂരിൽ കൂടുതൽ പരാതികൾ രജിസ്റ്റർ ചെയ്തു. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, നാടൊട്ടുക്ക് അനന്തുവിൻ്റെ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിലും. നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത് ഇടുക്കിയിലായിരുന്നു നിരവധി പരാതികൾ വന്നത്. ഇപ്പോൾ ഇതാ കണ്ണൂരും അതുപോലെയുള്ള പരാതികൾ ഉണ്ടെന്നാണ് അറിയുന്നത്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്നുള്ളത്? മാർഷല്, പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഒപ്പം തന്നെ തയ്യൽ മെഷീനും ടാബും ഒക്കെ തന്നെ നൽകാമെന്ന് പറഞ്ഞ് കണ്ണൂരിൽ തട്ടിപ്പിനിരയായതിൽ 2000-ലേറെ പേരുണ്ടെന്നാണ് നിഗമനം. ഇപ്പോൾ കണ്ണൂർ SP ഓഫീസിന് മുമ്പിൽ പരാതികളുമായി നിരവധി പേരെത്തിയിട്ടുണ്ട്. ഇവരിവിടെ എത്താണ്ട് പ്രധാനപ്പെട്ട കാരണം, അതായത് വളപട്ടണം പോലീസ് സ്റ്റേഷനിൻ്റെ കീഴിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ തയ്യാറാവുന്നില്ല. ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തുന്നു എന്നൊരു ആരോപണം കൂടിയുണ്ട്. അങ്ങനെയാണ് ഇവിടെ കൂടുതൽ പേർ ഇപ്പോൾ കണ്ണൂർ കമ്മീഷണറെ നേരിൽ കണ്ട് അവരുടെ പരാതി അറിയിക്കാനായി എത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില പോലീസുകാർക്കടക്കം ഇതിൽ ബന്ധമുണ്ടെന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് ഇതിലൊരു ശരിയായ അന്വേഷണം നടക്കുന്നില്ല എന്നടക്കമുള്ള പരാതികളാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും ഇവിടെ കമ്മീഷണർ ഓഫീസിന് മുൻപിലെത്തി പരാതി അറിയിക്കാൻ എത്തിയവരുണ്ട്. അവരോട് നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ എത്ര രൂപയാണ് നഷ്ടമായത്? എൻ്റെത് 71,200 രൂപയാണ്. 60,000 സ്കൂട്ടിയുടേതും പിന്നെ ഹോം അപ്ലയൻസസിൻ്റെ 11,200. അങ്ങനെ 71,200 രൂപയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഞാൻ വളപട്ടണം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അന്നേരം ഒരു 178 പേര് സൈൻ ചെയ്ത ഒരു പേപ്പറും കൊണ്ടാണ് വളപട്ടണം പോലീസ് സ്റ്റേഷനിലോട്ട് പോയത്. അപ്പോൾ അവർ നമ്മളെ കയ്യിൽ നിന്ന് ആ കംപ്ലയിൻറ്റ് വാങ്ങിയിട്ട് കംപ്ലയിൻറ്റിനൊരു റെസീറ്റ് തന്നതെന്നല്ലാണ്ട് അതിന് മുന്നോട്ടുള്ള വേറെ നടപടിയൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. നമ്മൾ അവിടുന്ന് വേറെ ഒന്നും, നമ്മൾ 2-3 ദിവസമായി നമ്മൾ വളപട്ടണം സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്. രാവിലെ പോയിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തുന്നത്. അപ്പോൾ അത്രയും ഇങ്ങനെ നടന്ന് ഇന്നിപ്പം ഞാൻ പോയിട്ടില്ല, കുറച്ചാൾ ഇന്ന് അവിടെയും പോയിട്ടുണ്ട്. ഇപ്പോഴും അവിടുന്ന് വേറെ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ SP ഓഫീസിലോട്ട് വന്നിട്ടുള്ളത്. പോലീസ് ഭയങ്കര റൂഡായിട്ട് തന്നെയാണ് നമ്മളോട് ബിഹേവ് ചെയ്തത്. അവർ കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഒരാളുടെ ഫോൺ, നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഫോൺ അവർ വാങ്ങിച്ചിട്ട്, ചിലപ്പോൾ പേടിപ്പിച്ചതാവാം, അങ്ങനെ പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടാതെ ഇന്ന് അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ അവിടെ എത്തിയപ്പോൾ ഉണ്ടായതെന്ന് വെച്ചാൽ, നമ്മളെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്ന് പറയുന്ന ആൾ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ CIക്ക് നമ്മളോടൊന്ന് ഇൻഫോം ചെയ്യാലോ, ഇവിടെ ഉണ്ടാവില്ല എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം പറയാലോ എന്ന് പറഞ്ഞപ്പോൾ അതല്ല, പണിയെന്നും കൂടെ പറഞ്ഞു നമ്മളെ അടുത്ത്. എന്നിട്ട് നമ്മളെ പൈസ വാങ്ങി തരത്തില്ല, പണിയെന്നും അങ്ങനെയും പറഞ്ഞു. നമ്മൾ പെട്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെട്ടു. നമ്മൾ പറ്റിക്കപ്പെടാൻ കാരണം ഇതുപോലുള്ള ജനപ്രതിനിധികളും പോലീസുമാരും കിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറ്റിക്കപ്പെട്ടത്. പഞ്ചായത്ത് ഗ്രൂപ്പിലാണ് ഇതിൻ്റെ ക്യാൻവാസിങ് നടന്നിട്ടുള്ളത്. ആ മെമ്പേഴ്സ് കൊടുത്തതനുസരിച്ചാണ് ഞാനൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പെട്ടു എന്നറിയാം. നമ്മൾ പോയാലും നമ്മളെ അഡ്വൈസ് ചെയ്തിട്ട് കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം 2-3 ദിവസമായി ഇതിൻ്റെ മേലെ നടക്കുന്നത്. നമ്മൾ പണിക്ക് പോകേണ്ടവർ പണി ഒഴിവാക്കിയിട്ടും, പിന്നെ വീട്ടിൽ ചെറിയ കുട്ടികളെ, ഞാനെല്ലാം ചെറിയ മോളെല്ലാം വീട്ടിൽ ഒറ്റക്കാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. മൂത്ത മോൾക്ക് സുഖമില്ല, അവളെ കൂടെ ഒറ്റക്കാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം എൻ്റെത് 60,000 വണ്ടീൻ്റെ ജൂപ്പിറ്ററാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. 60,000 പോയി. പക്ഷേ നമ്മളോട് അവിടെ പറയുമ്പോൾ അവർ പോലീസുകാർ പറയുന്നത്, ഈ ചീറ്റിംഗ് കേസിന് വലിയ ഇതൊന്നുമില്ല, നിങ്ങളെ ക്യാഷ് കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ എന്തിനാണ് ഇതിലിട്ടത്, നമ്മളോട് എന്തിനാ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര വിശ്വാസപരമായിട്ടുള്ള രീതിയിലുള്ള ഇത് വന്നുകൊണ്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമുക്ക് കിട്ടിയ ആൾക്കാരുണ്ട്, ഇതിനു മുമ്പ് വണ്ടി കിട്ടിയ ആൾക്കാരുണ്ട്, അംബേദ്കർ ഇതിൻ്റെ ഇതിൽ കിട്ടിയ ആൾക്കാരുണ്ട്. പിന്നെ ഇതിന് ലാപ്ടോപ്പിൻ്റെത്, പിന്നെ അങ്ങനെ ഒരുപാട് പദ്ധതി ഉണ്ട് ഇതിൽ. പിന്നെ അപ്പം ഇവർ വണ്ടി കിട്ടിയ ഇവർക്ക് മെമ്പർമാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പിന്നെ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടത്, വണ്ടീൻ്റെ ഫോട്ടോ ഇട്ടത്. പക്ഷെ അത് പ്രൊമോട്ടർമാർക്ക് കിട്ടിയ വണ്ടിയായിരുന്നു. അപ്പം അതെല്ലാം കണ്ടപ്പം നമ്മൾ ക്യാഷ് അടച്ചു. പിന്നെ അവർ പറഞ്ഞ വേറൊരു നമുക്ക് സംശയം വരുന്ന രൂപത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അവർ കൂടെ ഈ കൊടുത്തതിൻ്റെ FBയിലുള്ള പോസ്റ്റില്ലേ, അത് ഇന്നടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഓരോ പാലക്കാട് ഇന്നടുത്ത് കൊടുത്തു, എറണാകുളം കൊടുത്തു. അതെല്ലാം നമുക്ക് ഫോട്ടോ ഇട്ട് തരുന്നുണ്ട്. പിന്നെ വിതരണ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോ. ഞാൻ വരുന്നത് പയ്യാമ്പലം. ഇല്ല, ഞാൻ പയ്യാമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്നതാണ്, റെന്റിന് താമസിക്കുന്ന പയ്യാമ്പലം. ഞാൻ കുറുവയാണ് സ്ഥലം. അപ്പം പിന്നെ ഈ മോഹനേട്ടൻ ഡയറക്റ്റ് വന്നിട്ടാണ് എൻ്റെ അടുത്ത് മെമ്പർഷിപ്പ് മുറിച്ചിട്ടുള്ളത്. ലാലിവൻസിനെതിരെ പരാതി
അതെ അതെ അത് അവര് മറുകണം ചാടി, അവർക്കെതിരെ കേസ് വരുന്ന പറഞ്ഞപ്പം അവര് ഈ തലേന്ന് വരെ നമ്മളെ ദേഷ്യം പിടിച്ചിട്ട് അവര് നിങ്ങൾ കേസ് കൊടുക്കരുത്, കേസ് കൊടുത്താൽ പിന്നെ നിങ്ങളെ ക്യാഷ് കിട്ടൂല എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ചൂടായിട്ട് ഇട്ടതാണ്. നിങ്ങൾക്ക് കിട്ടും, വണ്ടി എന്തായാലും കിട്ടുമെന്ന്. അവർക്ക് ഇപ്പം മനസ്സിലായി നമ്മൾ അവർക്കെതിരെ കേസ് കൊടുക്കുന്നു, അപ്പോൾ അവരെ മേലെയുള്ള ആൾക്കാർക്കെതിരെ കൊടുത്തു, അത്ര തന്നെ. പക്ഷെ നമുക്ക് അനുകൂലമായിട്ട് അവിടുന്ന് പോലീസ് സ്റ്റേഷൻ ഒന്നും പറയുന്നില്ല. അതായത് നമ്മൾ ലേഡീസ് ആയതുകൊണ്ട് പറഞ്ഞിട്ട് നമ്മളെ പിന്തിരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ നമ്മളങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കിതിലെന്തെങ്കിലും ഒരു നീതി നിങ്ങൾ വാങ്ങിത്തരണം. മാർഷൽ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യാപകമായ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതാണ്. അതിൽ രാഷ്ട്രീയക്കാരൊക്കെ ഇതിനൊരു ഭാഗമായി മാറി, അത് അവർ അറിഞ്ഞുകൊണ്ട് അറിയാതെ ഭാഗമായി മാറിയതാകാം. ഇപ്പോൾ അഴീക്കോട് നടന്ന പരിപാടിയിൽ KV സുമേഷ് MLA ആണ് അവരുടെ ഈ ഉപഭോക്തൃ സംഗമത്തിൽ പങ്കെടുത്തത്, സംസാരിച്ചത്. അപ്പോൾ ഒരു MLA ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ആളുകൾ വിശ്വസിക്കും. കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ ഇത്തരത്തിൽ ഈ രീതിയിൽ ഈ സ്കൂട്ടറുകൾ വിതരണം ചെയ്തപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. അങ്ങനെ സജീവ് ജോസഫ് MLA, ഇരിക്കൂർ MLA പങ്കെടുത്തു. അപ്പോൾ ഈ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ കാണുമ്പോൾ സംസ്ഥാനത്തുടനീളം നടന്നിട്ടുള്ളത്. ഇപ്പൊ കണ്ണൂരിലെ മാത്രം, നേരത്തെ ഇടുക്കി കണ്ടു, ഇപ്പൊ തിരുവനന്തപുരത്തും വ്യാപകമായ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്.